വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. ഹിയർ ഈസ് മൈ എക്സ്ക്ലൂസീവ് ഇൻഡൾജ് എന്ന മിനി സീരീസിന്റെ സെക്കൻഡ് സീസണാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യ സീസണിലെ അതേ പേരുകളൊക്കെ തന്നെയാണ് ഇതിലും ക്യാരക്ടേഴ്സിന്. പക്ഷേ സ്റ്റോറി എൻ്റയർലി ഡിഫറൻ്റ് ആണ്. ഫസ്റ്റ് സീസണിനേക്കാൾ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത് സെക്കൻഡ് സീസണാണ്. നിങ്ങൾക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഡ്രാമയിലേക്ക് കടക്കാം. ഇതിലെ ഹീറോയും സിഹാൻ എന്ന വീൽ ചെയർ ബോസ് തന്നെയാണ്. അസിസ്റ്റന്റ് ചിയെ കൂടെ തന്നെയുണ്ട്. നമ്മുടെ ഹീറോയിൻ സിയാൻ നേരത്തെ പോലെ പണക്കാരിയുടെ മകളൊന്നുമല്ല, ഒരു കോമിക് കാർട്ടൂണിസ്റ്റ് ആണ്. ഇപ്പോൾ അവൾ ഒരിടത്ത് ഒളിച്ചു നിന്ന് ബൈനോക്കുലറിലൂടെ സിഹാനെ നിരീക്ഷിക്കുകയാണ്. അവൻ അവളുടെ ഇപ്പോഴത്തെ ഒരു കോമിക്കിൻ്റെ മെയിൻ ക്യാരക്ടറാണ്. കഥാപാത്രത്തിന് വേണ്ടി അവനെ നിരീക്ഷിക്കുന്ന ജോലിയിലാണ് അവളിപ്പോൾ. അമ്മ അവളെ ഫോണിൽ വിളിച്ചിട്ട് നിന്നെ കണ്ടിട്ട് കുറേ കാലമായല്ലോ, നീ എവിടെയാണ്, നിന്നോട് എത്ര കാലമായി ഒരു ബോയ് ഫ്രണ്ടിനെ കണ്ടുപിടിക്കാൻ പറയുന്നു, എനിക്കെൻ്റെ പേരക്കുട്ടികളെ കാണാൻ തിടുക്കമായി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ശബ്ദം താഴ്ത്തി പറഞ്ഞിട്ട് അവൾ ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പോഴേക്കും ചിയെ അവൾ വാച്ച് ചെയ്തിരുന്നത് കണ്ടിരുന്നു. അവൻ കണ്ടുവെന്ന് മനസ്സിലായപ്പോൾ അവൾ പെട്ടെന്ന് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് അവൾ ഓർഡർ ചെയ്തിരുന്ന ഐസ്ക്രീം കൊണ്ടുവരുന്നതിനാൽ അവളുടെ ശ്രദ്ധ മാറുന്നുണ്ട്. പക്ഷെ പിന്നീട് നോക്കിയപ്പോൾ അവർ നിന്നിടത്ത് ആരെയും കാണാനില്ലായിരുന്നു. അവർ എവിടെ പോയി കാണുമെന്ന് വിചാരിച്ച് ബൈനോക്കുലറിലൂടെ ചുറ്റും നോക്കിയപ്പോഴാണ് തൊട്ടുമുന്നിൽ ആരോ നിൽക്കുന്നത് കണ്ടത്. ചിയാണെന്ന് മനസ്സിലായപ്പോൾ അവൾ ശരിക്കും ഞെട്ടുന്നു. നീ എന്താണ് ഞങ്ങളെ വാച്ച് ചെയ്തതെന്ന് അവൻ ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങളെ നോക്കിയതല്ല, സീനറി ആസ്വദിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് പുറകിൽ ആരോ നിൽക്കുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ ശ്രദ്ധ തിരിച്ചിട്ട് അവൾ അവിടെ നിന്ന് ഓടുന്നു. അവൾ പറ്റിച്ചെന്ന് മനസ്സിലായപ്പോൾ അവനും പുറകെ ഓടുന്നുണ്ട്. പക്ഷെ മുന്നോട്ടോടിയ സിയാൻ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നിടയിൽ കാൽ തട്ടി മറിഞ്ഞു വീഴുന്നു. ചെന്ന് വീണത് വീൽ ചെയറിലിരിക്കുന്ന സിഹാന്റെ മടിയിലേക്കാണ്. അവൾ ആകെ പെട്ട അവസ്ഥയിലായി. അവൾ ചാടി നിന്നിട്ടെങ്കിലും അപ്പോഴേക്കും അവിടെത്തിയ ചിയെ എന്തിനാണ് ഞങ്ങളെ ഫോളോ ചെയ്യുന്നതെന്ന് ചോദിച്ച് അവളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുന്നു. പേടിച്ച് പുറകിലേക്ക് മാറുന്നിടയിൽ അവളുടെ കയ്യിലിരുന്ന ഐസ്ക്രീം എല്ലാം കൂടി സിഹാന്റെ മടിയിലേക്ക് വീഴുന്നു. ചിയയുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് മാറിയപ്പോൾ സോറി പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അവിടെ നിന്ന് പുറത്തേക്ക് ഓടിയെങ്കിലും അവൻ പുറകെ വരുന്നുണ്ടെന്ന് തിരിഞ്ഞു നോക്കി ഓടുന്നതിനിടയിൽ അവളുടെ പോസ്റ്റിൽ ചെന്നിടിച്ച് താഴെ വീഴുന്നു. അന്നത്തെ സംഭവത്തിന് ശേഷം ചിയെ അവളെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ സിഹാനെ ബേസ് ചെയ്തിരുന്ന റൊമാൻറ്റിക് കോമിക്കിനെ കുറിച്ച് അറിയുന്നു. സിഹാനെ ശരിക്കും ദേഷ്യം പിടിപ്പിക്കുന്നു. ഇനിമേലിൽ ഇങ്ങനെയുള്ള ഒന്നും ഞാൻ കാണാൻ ഇടയാകരുത്, അതിന് വേണ്ടത് ചെയ്യാൻ അവൻ ചിയയോട് പറയുന്നു. സിയാൻ വീട്ടിൽ കിടന്നൊന്നും മയങ്ങുമ്പോഴാണ് ബോസ് വിളിച്ചിട്ട് അത്യാവശ്യമായി ഓഫീസിലേക്ക് എത്താൻ പറയുന്നത്. കുറച്ച് സമയത്തുള്ളിൽ തന്നെ അമ്മയെ കാണാൻ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് വന്നാൽ മതിയോ എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അരമണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തിയില്ലെങ്കിൽ നിനക്ക് എൻ്റെ ശവം കാണേണ്ടി വരുമെന്ന് ബോസ് ഭീഷണിപ്പെടുത്തുന്നു. അത് കേട്ടതും കയ്യിൽ കിട്ടിയ ഡ്രസ്സൊക്കെ വാരി ഇട്ടുകൊണ്ട് അവൾ സ്കൂട്ടറും എടുത്ത് അവിടേക്ക് പറക്കുന്നു. രണ്ട് കാലിലും രണ്ട് ടൈപ്പ് സോക്സൊക്കെയാണ് കിടക്കുന്നത്. അത് ശ്രദ്ധിക്കാൻ പോലുള്ള സമയം അവൾക്ക് കിട്ടിയില്ല. വാച്ചിൽ നോക്കി വണ്ടി പറപ്പിക്കുന്നിടയിൽ വേഗം കൂടിയാൽ പറ്റുന്നത് തന്നെ അവൾക്ക് സംഭവിക്കുന്നു. അവൾ വേറൊരു വണ്ടിയിൽ ചെന്നിടിച്ച് റോഡിൽ വീഴുന്നു. ഇടിച്ചത് സിയാന്റെ വണ്ടിയിൽ തന്നെയാണ്. ഭാഗ്യത്തിന് വലിയ പരിക്കൊന്നും സംഭവിച്ചില്ല. വണ്ടി നിർത്തി ചിയ ഇറങ്ങി വന്ന് അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച ശേഷമാണ് അവളാണതെന്ന് അറിയുന്നത്. വണ്ടിയുടെ ഡിക്കിയാണെങ്കിൽ അവളുടെ ഇടികൊണ്ട് കംപ്ലൈന്റ് ആവുകയും ചെയ്തിരുന്നു. അവൻ കരുതിയത് പിന്നെയും അവൾ ഫോളോ ചെയ്യാനായി വന്നതാണെന്നാണ്. അതും പറഞ്ഞ് അവൻ പോലീസിനെ വിളിക്കാനായി ഫോൺ എടുത്തപ്പോൾ വിളിക്കരുതെന്ന് പറഞ്ഞ് അവൾ അവൻ്റെ കയ്യിൽ കയറി പിടിക്കുന്നു. ബഹളം കെട്ട് സിയാൻ ഗ്ലാസ് താഴ്ത്തി അവളെ വിട്ടേക്കാൻ പറഞ്ഞ് ചിയെ തിരികെ വിളിക്കുന്നു. അതോടെ സിയാന് സിഹാനെക്കുറിച്ച് നല്ലൊരു ഇമ്പ്രഷൻ ആകുന്നു. ഞാൻ കരുതിയതുപോലെ അവൻ വളരെ വിശാലമനസ്കനാണ്, ദയവുള്ളവനാണെന്നൊക്കെ അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഓഫീസിൽ ചെന്ന് ബോസിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ ചിന്തകളൊക്കെ കാറ്റിൽ പറക്കുന്നു. അനുവാദമില്ലാതെ അവനൊരു കോമിക് ക്യാരക്ടറാക്കിയതിൻ്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് ബോസിന് പറയാനുണ്ടായിരുന്നത്. അയാൾ വക്കീൽ നോട്ടീസ് എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തപ്പോൾ പെൻഡിങ് ഉള്ള 2 മാസത്തെ സാലറി ആദ്യം തന്നുകൂടെ എന്നവൾ ചോദിക്കുന്നു. കമ്പനിക്ക് ഇത്ര വലിയ പ്രശ്നമുണ്ടാക്കി വെച്ചിട്ട് സാലറി ചോദിക്കാൻ നിനക്കെങ്ങനെ മനസ്സ് വന്നു എന്ന് ചോദിച്ച് ബോസ് അവളുടെ നേർക്ക് തിരിയുന്നു. ബോസും കൂടി പറഞ്ഞിട്ടല്ലേ ഞാൻ അയാളെ ക്യാരക്ടറാക്കിയതെന്ന് അവൾ പറഞ്ഞപ്പോൾ അവനെ ബേസ് ചെയ്തൊരു ക്യാരക്ടർ ഉണ്ടാക്കാനേ ഞാൻ പറഞ്ഞുള്ളൂ, അല്ലാതെ അവൻ്റെ പേര് തന്നെ ഇട്ട് അവനെ തന്നെ ക്യാരക്ടറാക്കാൻ ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ബോസ് കൈയൊഴിയുന്നു. അവരുടെ ബഹളം കേട്ട് അവിടെ തൊട്ടിൽ കിടന്നുറങ്ങിയായിരുന്ന അയാളുടെ കുട്ടി കൊണ്ടുവന്ന് കരയാൻ തുടങ്ങുന്നു. കുഞ്ഞിനെ കയ്യിലെടുത്ത് അതേ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ബോസ് തൻ്റെ പരിതാപകരമായ അവസ്ഥ അവളോട് വിവരിക്കുന്നു. ഭാര്യ പൊടിക്കൊച്ചിനെയും അയാളെ ഏൽപ്പിച്ചിട്ട് മറ്റൊരുത്തിനും കൂടെ ഓടിപ്പോയി. അക്കൗണ്ടിൽ ഇനി ആകെ 250 രൂപ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ കുഞ്ഞിന് പാല് മേടിക്കാൻ പോലും കാശില്ലാത്ത അവസ്ഥയാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് അവൾ കാരണം കേസും കൂടി ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയെങ്കിലും പ്രശ്നം പരിഹരിക്കാനുള്ള വഴി കണ്ടെത്തി തരണമെന്ന് പറഞ്ഞ് അയാൾ കുട്ടിയെയും കയ്യിൽ പിടിച്ചുകൊണ്ട് അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരിക്കുന്നു, അപേക്ഷിക്കുന്നു. അവളാകെ വല്ലാതെയായി അയാളെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവസാനം എന്തെങ്കിലും വഴി കണ്ടെത്താമെന്ന് അവൾ ഉറപ്പ് കൊടുത്ത ശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റത്. സാലറി വാങ്ങുന്ന അവൾ കുട്ടിക്ക് പാൽ വാങ്ങാനായി 100 രൂപ അങ്ങോട്ടേക്ക് കൊടുത്തിട്ടാണ് അവിടെ നിന്ന് പോയത്. കേസ് പിൻവലിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാനായി എങ്ങനെയെങ്കിലും സിഹാനെ കാണാൻ വേണ്ടി അവൾ അവൻ്റെ കമ്പനിയിലെത്തുന്നു. അവനെ നേരത്തെ പരിചയമുണ്ടെന്ന് സെക്യൂരിറ്റിയുടെ കള്ളം പറഞ്ഞ് അകത്തേക്ക് പോകാൻ അവളുടെ ശ്രമം നടത്തിയെങ്കിലും അദ്ദേഹത്തെ കാണാൻ ഇവിടെ നിന്ന് എല്ലാ പെൺകുട്ടികളും ഇങ്ങനെ തന്നെയാണ് പറയാറുള്ളത് എന്ന് പറഞ്ഞ് അവിടെ അടുക്കി വെച്ചിരുന്ന കുറേ ബുക്കുകൾ കാണിച്ചിട്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി വരുന്നവരുടെ ലിസ്റ്റാണതിൽ. പേര് ഫോൺ നമ്പറും എഴുതി വെച്ചിട്ട് പോയാൽ നിന്റെ ടേൺ ആകുമ്പോൾ ഇവിടുന്ന് വിളി വരുമെന്ന് സെക്യൂരിറ്റി പറയുന്നു. അതിന് എത്ര സമയം എടുക്കുമെന്ന് ചോദിച്ചപ്പോൾ 3 മാസം മുതൽ 5 മാസം വരെ എടുത്തേക്കാമെന്ന് അയാൾ പറയുന്നു. അത്രയൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അത്യാവശ്യമായി അദ്ദേഹത്തെ കണ്ടേ പറ്റൂ, ഇന്ന് രാവിലെയും ഞാൻ അദ്ദേഹത്തെ കണ്ടതാണെന്നൊക്കെ അവൾ പറഞ്ഞെങ്കിലും ഇതൊക്കെ സ്ഥിരം നമ്പറാണ് എന്ന് പറഞ്ഞ് സെക്യൂരിറ്റി അവളെ പിടിച്ച് പുറത്താക്കുന്നു. പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ഡെലിവറികളുടെ വേഷം കെട്ടി അവൾ വീണ്ടും ഒരു ശ്രമം നടത്തുന്നു. പക്ഷേ ഇത്തവണയും സെക്യൂരിറ്റി സംശയം തോന്നി അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോഴേക്കും കയ്യിലുള്ള സാധനം എടുത്ത് അയാളുടെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് അവൾ അകത്തേക്ക് ഓടുന്നു. അയാൾ പുറകെ ഓടിയെങ്കിലും ഒന്ന് പിടികിട്ടുന്നതിന് മുമ്പേ അവൾ ലിഫ്റ്റിൽ കയറി പോയി കഴിഞ്ഞിരുന്നു. അവൾ സിയാന്റെ മുന്നിൽ എത്തുന്നുണ്ട്. നീ എങ്ങനെ ഇവിടെ എത്തിയെന്ന് അവൾ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവളെ പിടിക്കാനായി പുറകെത്തിയ സെക്യൂരിറ്റി കാൽ തെറ്റി അവളെ ചെന്നിരിക്കുന്നു. ബാലൻസ് തെറ്റി അവൾ സിഹാന്റെ മുകളിലേക്ക് വീഴാൻ തുടങ്ങിയെങ്കിലും അവൻ കൃത്യസമയത്ത് വീൽ ചെയർ തിരിക്കുന്ന കാരണം അവൾ നേരെ തറയിലേക്ക് വീഴുന്നു. സിയാൻ അവളെ എഴുന്നേൽപ്പിക്കാനായി കൈ നീട്ടിയപ്പോൾ സിയാൻ ഒന്ന് സന്തോഷിച്ചു.
പക്ഷേ എഴുന്നേറ്റ് നേരെ നിന്നപ്പോൾ തന്നെ അവളെ പിടിച്ച് പുറത്താക്കാൻ അവൻ ഓർഡർ കൊടുക്കുന്നു. സെക്യൂരിറ്റി അവളെ പൊക്കിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പറയാനുള്ള അവസരം പോലും അവൾക്ക് കിട്ടുന്നില്ല. പുറകെ ചെന്ന ചിയയോട് അവൾ കാര്യം വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും ഇനി അദ്ദേഹത്തിന്റെ പുറകെ നടക്കരുത്, നടന്നാൽ കോടതി കയറേണ്ടി വരുമെന്ന് വാണി കൊടുത്തിട്ട് അവനും അകത്ത് കയറി പോകുന്നു. സെക്യൂരിറ്റി അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. ഇനി എന്തായാലും ആ വഴി കയറാൻ പറ്റില്ല എന്ന് മനസ്സിലായ അവൾ സിഹാന്റെ കാർ പാർക്ക് ചെയ്തിരിക്കുന്ന ഗ്രൗണ്ടിലെത്തി അവിടെ വെയിറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അവന്റെ കാർ പാർക്ക് ചെയ്തിരിക്കുന്നിടത്ത് അവൾ എത്തിയെങ്കിലും സെക്യൂരിറ്റി CCTVയിലൂടെ അവളെ കാണുന്നു. ഞാൻ നിന്നെ കണ്ടു, നിൽക്കുന്നിടത്ത് നിന്ന് അനങ്ങരുതെന്ന് മൈക്കിലൂടെ അനൗൺസ് ചെയ്തിട്ട് അയാൾ മുന്നോട്ടേക്ക് കൊടുന്നു. നീ പറയുന്നത് കേട്ട് അനങ്ങാതെ നിൽക്കാൻ അത്ര വണ്ടിയല്ല ഞാൻ എന്ന് പറഞ്ഞ് ഒളിക്കാനായി സ്ഥലം നോക്കിയപ്പോഴാണ് അവളുടെ ഇടി കാരണം കംപ്ലൈന്റ് ആയ അവന്റെ വണ്ടിയുടെ ഡിക്കി തനിയെ തുറന്നത്. അവൾ വേഗം അത് വിളിക്കാൻ ഒളിക്കുന്നതിനാൽ സെക്യൂരിറ്റി അവളെ കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോഴേക്ക് സിഹാൻ അവിടെ എത്തി വണ്ടി എടുത്ത് പോവുകയും ചെയ്യുന്നു. ഡിക്കിയിൽ ചെറിയ ചക്കയുടെ അത്ര വലിപ്പമുള്ള 2 ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അത് അവളുടെ ഹെൽമെറ്റിൽ ചെന്നൊരു ശബ്ദം ഉണ്ടാകുന്നു. സിഹാൻ അത് എന്ത് ശബ്ദമാണ് കേൾക്കുന്നതെന്ന് ചിയയോട് ചോദിക്കുന്നുണ്ട്. ചെയർമാന് വേണ്ടി തായ്ലൻഡിൽ നിന്ന് വരുത്തിയ ഫ്രൂട്ട്സ് അതിലുണ്ട്, അതിൻ്റെ ശബ്ദമാണെന്ന് ചിയ പറയുന്നതിനാൽ അവനത് അത്ര കാര്യമാക്കുന്നില്ല. അത് നൽകാനായി ചെയർമാൻ താമസിക്കുന്നിടത്തേക്ക് പോകണമെന്ന് ചിയ ചോദിച്ചെങ്കിലും ഇപ്പോൾ പോകണ്ട, വീട്ടിലേക്ക് പോയാൽ മതിയെന്ന് സിയാൻ പറയുന്നു. വണ്ടി നിർത്തി കഴിഞ്ഞപ്പോൾ ഡിക്കി കംപ്ലൈൻ്റ് ആണ്, ശരിയാക്കാൻ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകാൻ ജോലിക്കാരോട് പറയുന്നത് സിയാൻ വണ്ടിക്കുള്ളിൽ കിടന്ന് കേൾക്കുന്നു. അയാൾ എത്തുന്നതിന് മുമ്പ് അവൾ അതിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. ആരുടെയും കണ്ണിൽപ്പെടാതെ അവൾ വീടിനുള്ളിൽ കയറി പറ്റുന്നു. സിഹാനെ അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ ഒരു തവണ ചിയയുടെ മുന്നിൽ പെടേണ്ടതായിരുന്നെങ്കിലും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. വീണ്ടും മുന്നോട്ട് നടക്കുന്നതിൽ അബദ്ധത്തിൽ കാല് തട്ടി അവിടെ വെച്ചിരുന്ന ചെടി താഴെ വീഴാൻ തുടങ്ങുന്നു. അവളെ താങ്ങി പിടിച്ചെങ്കിലും ശബ്ദം കേട്ട് ആരാണ് അവിടെ നിന്ന് ചോദിച്ചുകൊണ്ട് ചിയ അങ്ങോട്ടേക്ക് വരുന്നു. അവന്റെ കണ്ണിൽ പെടാതിരിക്കാനായി അവൾ ഒളിക്കാൻ കയറുന്നത് സിഹാൻ ഇരിക്കുന്ന മുറിയിലായിരുന്നു. അവളെ കണ്ടാകെ ഷോക്കായ സിഹാൻ ചിയെ വിളിക്കാനായി വാ തുറന്നെങ്കിലും അപ്പോഴേക്കും അവൾ ഓടിച്ചെന്ന് അവന്റെ വാ പൊത്തി പിടിക്കുന്നു. കുളി കഴിഞ്ഞ് ധരിക്കാറുള്ള ഗൗണായിരുന്നു അവൻ ധരിച്ചിരുന്നത്. നിനക്ക് സ്വന്തമായി കുളിക്കാനൊക്കെ പറ്റുമോ? ഞാൻ കരുതുന്നത് ചുയ്യായിരിക്കും അതൊക്കെ ചെയ്തു തരുന്നതെന്നാണ് എന്ന ആ അവസരത്തിലും അവൾ പറയുന്നുണ്ട്. പിന്നീടാണ് വന്ന കാര്യത്തെക്കുറിച്ച് ഓർമ്മ വന്നത്. ഞാൻ നിന്റെ ജീവിതത്തിനെ ബേസ് ചെയ്തൊരു കോമിക് എഴുതിയെന്നേ ഉള്ളൂ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനകത്ത് മാറ്റം വരുത്താം, ദയവ് ചെയ്ത് കേസ് പിൻവലിക്കണം എന്നവൾ പറയുന്നു. ആദ്യം പിടിവിടാൻ അവൻ ആംഗ്യം കാണിച്ചപ്പോൾ ഞാൻ പിടിവിട്ടാൽ നീ അപ്പോൾ ചിയെ വിളിക്കും, വിളിക്കില്ല എന്ന് പ്രോമിസ് ചെയ്താൽ പിടിവിടാം, സമ്മതമാണെങ്കിൽ കണ്ണടച്ച് കാണിക്കാൻ അവൾ പറയുന്നു. അവൻ അങ്ങനെ ചെയ്തോടെ അവൾ പിടിവിട്ട് മാറി സോറി പറയുന്നു. പക്ഷെ അവൻ അപ്പോഴേക്കും റിമോട്ട് കൺട്രോൾ എടുത്ത് ഡേഞ്ചർ അലാം മുറക്കുന്നു. നീ എനിക്ക് വാക്ക് തന്നിട്ട് പറ്റിച്ചതാണല്ലേ എന്ന് പറഞ്ഞ് അവൾ റിമോട്ട് പിടിച്ച് വാങ്ങാൻ അദ്ദേഹത്തേക്ക് ചാടി വീഴുന്നു. ആ സമയത്താണ് ചിയ അവിടെ എത്തിയത്. അവരുടെ കിടപ്പ് കണ്ട് അവൻ ആകെ അമ്പരക്കുന്നു. അവൾ പെട്ടെന്ന് അവൻ്റെ ഡ്രസ്സൊക്കെ പിടിച്ച് നേരെ ഇട്ടിട്ട് എഴുന്നേറ്റ് മാറുന്നുണ്ട്. എനിക്ക് വേറൊരു ഉദ്ദേശമില്ല, കമ്പനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ വന്നതെന്നൊക്കെ അവൾ പറഞ്ഞെങ്കിലും അവളെ പിടിച്ച് പുറത്താക്കാൻ സിഹാൻ പറയുന്നു. ചിയ അവളെ പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങിയപ്പോഴാണ് സിഹാന്റെ ആൻറ്റി അവനെ പിടിച്ചുകൊണ്ട് അവിടെ കയറിയ ശബ്ദം കേട്ടത്. സിയാനെ അവർ കണ്ടിൽ കുഴപ്പമാകുമെന്നുകൊണ്ട് വേഗം പോയി ആൻറ്റിയെ പിടിച്ചിർത്താൻ സിഹാൻ ചിയയോട് പറയുന്നു. നിനക്ക് വല്ല ദുരിതാശം ഉണ്ടെങ്കിൽ അതൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല, എനിക്ക് കുറച്ച് കരാട്ടൊക്കെ അറിയാമെന്ന് പറഞ്ഞ് സിയാൻ അവൻ്റെ നേർക്ക് തിരിഞ്ഞപ്പോൾ നിന്റെ കമ്പനിയെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ നീ എന്നെ കാണാൻ വന്നത്, നിനക്ക് ശരിക്കും അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ മിണ്ടാതിരിക്കണം എന്നവൻ പറയുന്നു. മിണ്ടാതിരുന്നാൽ കമ്പനി രക്ഷപ്പെടുമെങ്കിൽ കുറച്ചു കാലത്തേക്ക് മിണ്ടാതിരിക്കാൻ അവൾ തയ്യാറാണ്. അവൾ വായും പൂട്ടി നല്ല കുട്ടിയെ നിൽക്കുന്നുണ്ട്. അവൻ പറഞ്ഞ സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോകുന്നുമുണ്ട്. ആൻറ്റി കയറി വന്നപ്പോൾ അവൻ ബെഡിനരികിൽ ഇരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അവൻ്റെ വിവാഹം നടത്താനുള്ള തിരക്കിലാണ് ആൻറ്റി. അവൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ചെറുപ്പത്തിലെ മരിച്ചതാണ്. ഇപ്പോൾ മുത്തശ്ശനും ആൻറ്റിയും മാത്രമാണുള്ളത്. അന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുമായി അവരുടെ ഡേറ്റ് അറേഞ്ച് ചെയ്തിരുന്നതാണ്. പക്ഷെ അവനവിടെ പോയില്ല. അതിൻ്റെ കാരണം ചോദിച്ചാണ് ആൻറ്റി എത്തിയിരിക്കുന്നത്. പോകാതിരുന്നതിന് അവനെ കുറേ വഴക്കം പറയുന്നുണ്ട്. എനിക്കും കൂടി ഇഷ്ടമുള്ള പെൺകുട്ടിയെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ എന്നൊക്കെ പറഞ്ഞ് അവൻ കുറേ തർക്കിച്ചപ്പോൾ കുടുംബത്തിലെ ചെറുമകൻ എന്ന നിലയിൽ അവൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് ആൻറ്റി ഉപദേശം തുടങ്ങി. ഞാൻ വരാതിരുന്നതിന് തക്കതായ കാരണമുണ്ട് എന്ന് പറഞ്ഞ് അവൻ ബെഡിൽ വെച്ചിരുന്ന ഷീറ്റ് എടുത്ത് മാറ്റി അവിടെ കിടക്കുകയായിരുന്ന സിയാനെ കാണിച്ചു കൊടുത്തിട്ട് എനിക്ക് ഓൾറെഡി ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് പറയുന്നു. സിയാൻ കമ്പനിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണല്ലോ. അവൾ ആൻറ്റിയെ നോക്കി ഹായ് പറയുന്നുണ്ട്. പക്ഷെ അവൾ ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് ആൻറ്റി വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. വെറുതെ ഒരു പെൺകുട്ടിയെ കാണിച്ച് നീ എന്നോട് കള്ളം പറയുകയല്ലേ എന്ന് അവൾ ചോദിക്കുന്നു. വർഷങ്ങളായി റൊമാൻറ്റിക് കോമിക് എഴുതുന്ന എക്സ്പീരിയൻസ് ഉള്ള സിയാന് സിറ്റുവേഷൻ എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. ഈ അവസരത്തിൽ അവനെ സഹായിച്ചാൽ ഉറപ്പായും കമ്പനിയെ രക്ഷിക്കും എന്ന് ചിന്തിച്ച് അവൾ എഴുന്നേറ്റിയെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള കണ്ടുമുട്ടലായിരുന്നു ഞങ്ങളുടേത്. സിഹാൻ എന്നോട് എത്രത്തോളം സ്നേഹത്തോടെയും ദയോടുമാണ് പെരുമാറുന്നതെന്ന് അറിയാമോ എന്നൊക്കെ കുറേ ഡയലോഗ് പഠിക്കുന്നുണ്ട്. പക്ഷേ ആൻറ്റി അതുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്ന് തോന്നിയപ്പോൾ അവൾ കുറച്ചുകൂടി ഹൈഡോസ് നൽകുന്നു. വൊമിറ്റ് ചെയ്യാൻ വരുന്ന പോലെ അഭിനയിച്ചിട്ട് പ്രഗ്നൻ്റ് ആണെന്ന് പറയുന്നു. അവൾ അത്രയ്ക്ക് കടന്നു കയറുമെന്ന് അവൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ അപ്പോഴത്തെ സാഹചര്യത്തിൽ അത് തിരുത്താൻ പറ്റില്ലല്ലോ. നീ കുടുംബത്തിന് മൊത്തത്തിൽ അപമാനം വരുത്തി വെച്ചില്ല എന്ന് പറഞ്ഞ് ആൻറ്റി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. ആൻറ്റി പോയി കഴിഞ്ഞപ്പോൾ തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്ന സിയാൻ്റെ അടുത്തേക്ക് തുള്ളിച്ചാടി ചെന്നുകൊണ്ട് എൻ്റെ ജോലി ഞാൻ ഭംഗിയായി ചെയ്തു, ഇനി കമ്പനിക്കെതിരെയുള്ള കേസ് പിൻവലിക്കണമെന്ന് അവൾ പറയുന്നു. അവനവളുടെ പേര് ചോദിച്ചറിഞ്ഞ ശേഷം വീടിനുള്ളിൽ അതിക്രമിച്ചു കിടന്നതിന് എത്ര വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നറിയാമോ? ഇപ്പോൾ എന്നെ സഹായിച്ചത് കൊണ്ട് അതിൽ നിന്ന് ഞാൻ ഒഴിവാക്കുകയാണ് എന്ന് പറഞ്ഞ് അവളെ പിടിച്ച് പുറത്താക്കാൻ ചിയയോട് പറയുന്നു. അവൻ അവളെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ഇനി നമ്മൾ തമ്മിൽ കാണേണ്ടി വന്നാൽ ഉറപ്പായും പോലീസുകാരുമായി സംസാരിക്കേണ്ടി വരുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞിട്ട് ചിയ അകത്തേക്ക് കയറി പോകുന്നു. വേറെ 2 സെക്യൂരിറ്റീസ് അവളെ പിടിച്ച് പുറത്താക്കുന്നുണ്ട്. പക്ഷെ അടുത്ത ദിവസം സിഹാന്റെ മുത്തശ്ശൻ അവളെ വിളിപ്പിച്ച് ബെഡ്റൂമിൽ വെച്ച് കണ്ട പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുന്നു. ആൻറ്റി അദ്ദേഹത്തോടെല്ലാം പറഞ്ഞിരുന്നു. അവൾ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞത് സത്യമല്ല, അന്ന് അവളുടെ വയറിന് നല്ല സുഖമില്ലാതിരുന്നതാണ്. പക്ഷെ ഞങ്ങൾ ശരിക്കും ഡേറ്റിൽ തന്നെയാണ് എന്നവൻ മുത്തശ്ശനോട് പറയുന്നു. അങ്ങനെ ഏതെങ്കിലുമൊക്കെ പെൺകുട്ടികളുമായി ബന്ധം സ്ഥാപിക്കാൻ പറ്റില്ല. അവൾ ഏത് കുടുംബത്തിലെ അംഗമാണെന്ന് മുത്തശ്ശൻ ചോദിച്ചപ്പോൾ അവിടുത്തെ അത്യാവശ്യം നല്ലൊരു ഗ്രൂപ്പായ യുൻ ഗ്രൂപ്പിൻ്റെ പേര് അവൻ പറയുന്നു. അവളുടെ സർനെയിം അങ്ങനെ ആയതുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്.
ആ ഗ്രൂപ്പുകാർ വിദേശത്തായതുകൊണ്ട് അവരെക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്നല്ലാതെ ആരെയും മുത്തശ്ശന് നേരിട്ട് പരിചയമില്ലായിരുന്നു. റിച്ച് ഫാമിലിയെ പെൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ മുത്തശ്ശൻ എതിർപ്പൊന്നും പറയുന്നില്ല. അവളെ കാണാനായി ഒന്ന് കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറയുന്നു. ആൻറ്റി എപ്പോഴും അവർക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അതിൽ താല്പര്യമില്ല എന്ന് അവൻ തീർത്ത് പറയുന്നു. അന്ന് നടന്ന ബോർഡ് മീറ്റിങ്ങിൽ 3 മാസത്തിനുള്ളിൽ അടുത്ത അനന്തരാവകാശിയായിരിക്കുമെന്ന് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ നിർണായക സാഹചര്യത്തിൽ തെറ്റായ തീരുമാനങ്ങളൊന്നും എടുത്ത് എന്നെ നിരാശപ്പെടുത്തരുത്. എനിക്ക് നിന്നെ നല്ല പ്രതീക്ഷയാണുള്ളതെന്ന് മുത്തശ്ശൻ അവനോട് പറയുന്നു. സിയാനാകെ വെട്ടിലായ അവസ്ഥയിലാണ്. സിയാൻ്റെ അമ്മ ഹോസ്പിറ്റലിലാണ്. അവൾ അമ്മയെ കാണാൻ ചെന്നപ്പോൾ ബെഡിൽ കിടന്ന് കരയുന്ന അമ്മയാണ് അവൾ കണ്ടത്. അസുഖം കൂടിയെന്നോ മറ്റോ ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണോ എന്ന് കരുതി അവൾ വെപ്രാണത്തോട് ഒടിച്ചെന്ന് എന്താണ് കാര്യം ചോദിക്കുന്നു. അപ്പോഴാണ് ഫോണിൽ സിനിമ കണ്ട് കരഞ്ഞതാണെന്ന് അവൾ അറിയുന്നത്. അമ്മയ്ക്ക് വൃത്തികളുടെ സിനിമ ഒക്കെ കാണാതെ എൻ്റെ റൊമാൻറ്റിക് കോമിക്കുകൾ വായിച്ചുകൂടെ എന്ന് അവൾ ചോദിച്ചപ്പോൾ, നിന്റെ കോമിക്കിലെ റൊമാൻസ് ഒട്ടും റിയാലിറ്റി ഇല്ലാത്തതാണ്. നീ എത്രയും പെട്ടെന്നൊരു ബോയ് ഫ്രണ്ടിനെ കണ്ടുപിടിച്ച് ശരിക്കും റൊമാൻസിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ നോക്ക് എന്ന് അമ്മ അവളെ ഉപദേശിക്കുന്നു. സിയാൻ അമ്മയ്ക്ക് വേണ്ടി സൂപ്പ് ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നത്. പക്ഷേ ഒരു സ്പൂൺ വായിൽ വെച്ചപ്പോൾ തന്നെ അമ്മയ്ക്ക് അത് മതിയാകുന്നുണ്ട്. വേഗം തന്നെ ഒരു വിവാഹം കഴിച്ച് മര്യാദയ്ക്ക് പാചകം ചെയ്യാൻ പഠിക്കാൻ നോക്കുക എന്ന് അമ്മ പറയുന്നു. അപ്പോഴാണ് ദേഹമാസകലം ഒടിവും ചതവുമൊക്കെ ഒരു പേഷ്യൻ്റ് അവിടേക്ക് വീൽ ചെയറിൽ കൊണ്ടുവന്നത്. അയാളെ ഓർത്തോടെ വാർഡിലേക്കാണ് ആക്കേണ്ടത്. പക്ഷേ അവിടെ തിരക്കായതുകൊണ്ടൊരു 5 മിനിറ്റ് അവിടെ ഇരുത്തുകയാണെന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ പുറത്തേക്ക് പോയപ്പോൾ ചിയെ അവിടേക്ക് വരുന്നു. സിയാനെ കാണാനായിരുന്നു അവൻ വന്നത്. അമ്മയോട് പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് ചെല്ലുന്നു. സിഹാൻ ഒരു കോൺട്രാക്റ്റുമായി അവിടെ അവളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ്റെ ഫിയാൻസിയെ അഭിനയിക്കണം. ആ റോൾ ഭംഗിയായി കൈകാര്യം ചെയ്താൽ കമ്പനിക്കെതിരെയുള്ള കേസ് പിൻവലിക്കാം. മാത്രമല്ല അവളുടെ അമ്മയുടെ ട്രീറ്റ്മെൻറ്റിന് നല്ലൊരു തുക ആവശ്യമാണെന്നറിയാം. അതും നൽകാമെന്ന് അവൻ പറയുന്നു. ആളുകളോട് കള്ളം പറയുന്നത് ശരിയല്ല, ഞാൻ ഇതിനെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവൾ അത് തിരികെ കൊടുത്തപ്പോൾ, നിനക്ക് എന്നെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ അവസരം ഉപയോഗിച്ചുകൂടെ? നിന്റെ കോമിക് ഞാൻ വായിച്ചിരുന്നു. അതിൽ നീ നമ്മളൊരു കപ്പിളായിട്ടാണല്ലോ എഴുതിയിരിക്കുന്നത്. പക്ഷേ നിന്റെ കോമിക്കിന് അധികം വായനക്കാരൊന്നുമില്ല എന്ന് എനിക്കറിയാം. അതിന് കാരണം നിനക്ക് എന്നെക്കുറിച്ചോ എൻ്റെ ജീവിതത്തെക്കുറിച്ചോ കൂടുതലൊന്നും അറിയാത്തത് കൊണ്ടാണ്. നീ എൻ്റെ ഫിയാൻസിയെ അഭിനയിക്കുകയാണെങ്കിൽ നിനക്ക് എന്നെക്കുറിച്ച് കൂടുതൽ അറിയാൻ അവസരം കിട്ടും. അത് നിന്റെ കോമിക്കിന് ഗുണം കിട്ടും. നിന്റെ അമ്മയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യവും ഞാൻ ഏറ്റെടുത്തോളാം. നിനക്ക് സമ്മതമാണെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കാൻ പറയാൻ കാർഡ് അവളെ ഏൽപ്പിച്ചിട്ട് പോകുന്നു. അന്ന് വൈകുന്നേരം തന്നെ സിയാൻ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാനായി അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. സൈൻ ചെയ്യുന്നതിന് മുമ്പ് നീ എന്തിനാണ് എന്നെ ഫിയാൻസിയായി തിരഞ്ഞെടുത്തതെന്ന് അവൾ ചോദിച്ചപ്പോൾ, ചിലപ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്ന അവസാനത്തെ പെൺകുട്ടിയായിരിക്കും നീ എന്നവൻ അവളെ കളിയാക്കാൻ പറയുന്നു. സിയാന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. ഈ ഭൂമിയിൽ അവശേഷിക്കുന്ന ഒരേ ഒരു പുരുഷൻ നീ ആയാൽ പോലും നിന്നെ ഞാൻ ഇഷ്ടപ്പെടുകയില്ല എന്നവൾ ദേഷ്യത്തിൽ പറഞ്ഞിട്ടാണ് സൈൻ ചെയ്തത്. നിന്റെ വാക്ക് പാലിക്കുന്നതായിരിക്കും നല്ലത് എന്ന് അവനും അപ്പോൾ പറയുന്നു. രണ്ടുപേരും വാക്കൊക്കെ പറഞ്ഞ് ആരാണ് ആദ്യം തെറ്റിക്കാൻ പോകുന്നതെന്ന് കണ്ടറിയാം എന്ന് അപ്പോൾ ചുയെ പറയുന്നുണ്ട്. അടുത്ത ദിവസം എനിക്കൊപ്പം മുത്തശ്ശനെ കാണാൻ പോകാൻ റെഡിയായി വരണമെന്ന് സിയാൻ അവളോട് പറയുന്നു. ചെയർമാൻ ഒരു ഭീകര ജീവിയാണെന്ന് മുമ്പ് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നതിനാൽ സിയാൻ ശരിക്കും ഞെട്ടി ഞാൻ എന്തിനാണ് അദ്ദേഹത്തെ കാണാൻ പോകാൻ വരുന്നത് എന്ന് ചോദിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.